സോ ഹലോ സ്റ്റുഡൻസ്, അപ്പം നമ്മുടെ റിവിഷൻ പ്ലാൻ ആണ്. നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ ഒരു ഐഡിയ തരാൻ വേണ്ടിയാണ് നമ്മൾ ഈ സെഷൻ വയ്ക്കുന്നത്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ആദ്യത്തെ ബേസിക് ചാപ്റ്റർ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതിനകത്ത് പ്രധാനമായിട്ട് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പൊ ഇന്നത്തെ നമ്മുടെ സെഷനിൽ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സ്റ്റഡി മെറ്റീരിയലിനകത്ത് ബേസിക് എന്നുള്ള ചാപ്റ്ററിൽ കിടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റിൽ പഠിച്ചതാണ്. അതായത് ടാക്സിന്റെ റേറ്റ്, പിന്നെ സർചാർജ്, മാർജിനൽ റിലീഫ്, 87 റിബേറ്റ്, ഡിഫോൾട്ട് ടാക്സ് റെജിം, ഓപ്റ്റ് ഔട്ട്, ഇതൊക്കെ ആക്ച്വലി ബേസിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ്സിലാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ കിടക്കുന്നത്. പക്ഷെ നമ്മളത് പഠിച്ചത് ഏറ്റവും ലാസ്റ്റിലാണ്, ഗവൺമെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഇന്നിപ്പോ നമ്മൾ ക്ലാസ്സിൽ പഠിച്ച മോഡലാണ് ഞാനിപ്പോ റിവിഷൻ പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ പരീക്ഷയ്ക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ അറ്റംപ്റ്റിലും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരും. 5 മാർക്കിനോ 6 മാർക്ക് വരെയൊക്കെ ചോദിക്കാം, 4 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ഡാം ഷുവർ ആണ്, ഉറപ്പായിട്ട് ചോദിക്കും. അപ്പം റെസിഡൻഷ്യൽ സ്റ്റാറ്റസും സ്കോപ്പ് ഓഫ് ഇൻകം, ആക്ച്വലി ഇത് രണ്ടും രണ്ട് ടോപ്പിക്കാണ്. പക്ഷെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാ നമുക്കറിയാം, റെസിഡൻഷ്യൽ സ്റ്റാറ്റസും സ്കോപ്പ് ഓഫ് ഇൻകം കൂടെ ചേർത്തിട്ടാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം ഈ ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ടെസ്റ്റുകളാണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബേസിക് കണ്ടീഷൻ 182 ഡേയ്സ് കണ്ടീഷൻ യൂണിവേഴ്സൽ ടെസ്റ്റ് ആണ്. പിന്നെ 60 + 365 ഡേയ്സ് ടെസ്റ്റ് ഇന്ത്യൻ സിറ്റിസൺസിന് അത് പറ്റില്ല. പിന്നെ ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇന്ത്യക്കകത്തോട്ട് വരുന്ന കേസിലോ വരുന്ന ആ പർട്ടിക്കുലർ കേസിൽ അയാളുടെ സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സ്പെഷ്യൽ ടെസ്റ്റ് 120 + 365 ഡേയ്സ് എന്നുള്ള ടെസ്റ്റ് എടുക്കാം. പക്ഷേ അയാളുടെ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 ലക്ഷം രൂപയിൽ കൂടുതൽ ഉണ്ടാവണം. ആ ഒരു ഏരിയ, ആ ടെസ്റ്റുകളെല്ലാം കൃത്യമായിട്ട് ആദ്യം ഒന്ന് പഠിക്കണം, വായിക്കണം. പഠിച്ചാണല്ലോ, വായിക്കണം, ഒന്ന് റിവൈസ് ചെയ്യണം. അപ്പൊ അത് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ മാത്രം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസും സ്കോപ്പ് ഓഫ് ഇൻകം കൂടെ ചേർന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മനസ്സിലായല്ലോ. ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് 182 ഡേയ്സ് ടെസ്റ്റ്, പിന്നെ 60 + 365 ഡേയ്സ് ടെസ്റ്റ്, പിന്നെ 60 + 365 ഡേയ്സ് ടെസ്റ്റ് എടുക്കാൻ പറ്റാത്ത കേസുകളുണ്ട്. അതിലിപ്പോ ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യ വിട്ട് പോകുന്ന കേസാണെങ്കിൽ അവർക്ക് തന്നെ വേറെ ഒരു ടെസ്റ്റും ഇല്ല, ഈ പറഞ്ഞ 182 ഡേയ്സ് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ത്യൻ സിറ്റിസൺ ഓർ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇന്ത്യക്കകത്തോട്ട് വരുന്ന കേസിലാണെങ്കിൽ നമുക്ക് 120 + 365 ഡേയ്സ് ടെസ്റ്റ് എടുക്കാം. പക്ഷേ അവരുടെ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടാവണം. ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യൻ ഇൻകം പ്ലസ് 2 ഫോറിൻ ഇൻകം, ഫോറിൻ ബിസിനസ് ഇഫ് ദ ബിസിനസ് ഈസ് കൺട്രോൾഡ് ഇൻ ഇന്ത്യ ആൻഡ് ഫോറിൻ പ്രൊഫഷണൽ ഇൻകം ഇഫ് ദ പ്രൊഫഷൻ ഈസ് സെറ്റപ്പ് ഇൻ ഇന്ത്യ. അപ്പൊ ആ രണ്ടെണ്ണം കൂടെ നമ്മൾ അതിനകത്ത് എടുക്കും. പിന്നെ ക്ലബിംഗ് സെറ്റ് ഓഫ് എല്ലാം നടത്തി ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ചാപ്റ്റർ 6 കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം. അത് 15 ലക്ഷം രൂപയിൽ കൂടുതൽ ഉണ്ടാവണം. അതുകൊണ്ട് പലപ്പോഴും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് സ്കോപ്പ് ഓഫ് ഇൻകത്തിന്റെ ക്വസ്റ്റ്യൻ അകത്ത് ഈ പറയുന്ന ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കുമ്പോഴേ ചാപ്റ്റർ 6 അപ്ലൈ ചെയ്യേണ്ടി വരും. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്തെന്നോ അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ ലോണിന്റെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നോ ഒക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ്മെന്റ് തന്നാൽ, റിമെമ്പർ ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ ചാപ്റ്റർ 6 അറിയണം. അതറിയാമെങ്കിൽ ഇതിനകത്തുള്ള ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു ആംഗിളിൽ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ, ഈ പറയുന്ന ഇൻഡിവിജ്വലിന്റെ കേസിൽ ലാസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ടെസ്റ്റ് എപ്പോഴും മനസ്സിലാക്കണം. ഒരിക്കലും ആദ്യമേ കയറി അപ്ലൈ ചെയ്യരുത്. ഏറ്റവും അവസാനം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെസ്റ്റ് ആണ്. ദാറ്റ് ഈസ് നമ്മുടെ ഡീംഡ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി സെക്ഷൻ 6 സബ്സെക്ഷൻ 1A. ദാറ്റ് ഈസ് ഇന്ത്യൻ സിറ്റിസൺ ആണ്, വേറെ ഒരു രാജ്യത്തും ടാക്സ് പേ ചെയ്യാൻ ലൈബിൾ അല്ല, അല്ലെങ്കിൽ അയാൾ ടാക്സ് ഹെവൻ കൺട്രിയിലാണ് അയാൾ ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ അയാൾക്ക് ഇൻകം ഉള്ളത് ടാക്സ് ഹെവൻ കൺട്രി എന്നാണ്. ടാക്സ് ഹെവൻ കൺട്രി എന്ന് പറയുമ്പോൾ അവിടെ ടാക്സ് ഇല്ലെന്നാണ്. അല്ലെങ്കിൽ പിന്നെ ക്വസ്റ്റ്യനിൽ നേരിട്ട് പറയണം അയാൾ ഇൻകം ടാക്സ് അവിടെ അടയ്ക്കുന്നില്ല. അപ്പൊ വേറെ ഒരു രാജ്യത്തും ടാക്സ് പേ ചെയ്യാൻ ലൈബിൾ അല്ല, പക്ഷെ കക്ഷി ഇന്ത്യൻ സിറ്റിസൺ ആണ്. അയാളുടെ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം നേരത്തെ പറഞ്ഞ സെയിം തന്നെ 15 ലക്ഷം രൂപ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ ഒരൊറ്റ ദിവസം ഇന്ത്യയിൽ വന്നിട്ടില്ലെങ്കിൽ പോലും ഹി വിൽ ബി ട്രീറ്റഡ് ആസ് എ ഡീംഡ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി. അത് നമ്മൾ പഠിച്ചു. അപ്പൊ അത് ആ ഒരു ഏരിയ നോക്കണം. എപ്പോഴും ലാസ്റ്റിലെ അത് നോക്കാവൂ. എപ്പോഴും ആദ്യത്തെ നമ്മുടെ ടെസ്റ്റ് 182 അതല്ലെങ്കിൽ മറ്റേ 120 + 365 ഇതൊന്നും വർക്ക്ഔട്ട് ആവുന്നില്ലെങ്കിൽ മാത്രം ലാസ്റ്റ് റിസോർട്ട് ആയിട്ട് ഇത് അപ്ലൈ ആവും. ഒരിക്കലും ആദ്യമേ കയറി ഈ പറയുന്ന സെക്ഷൻ 6 സബ്സെക്ഷൻ 1 അപ്ലൈ ചെയ്യരുത്. ബാക്കി ടെസ്റ്റ് എല്ലാം ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ നോക്കണം. പിന്നെ അതുപോലെ ക്വസ്റ്റ്യനിൽ ടാക്സ് ഹെവൻ കൺട്രി എന്നോ അല്ലെങ്കിൽ ടാക്സ് പേ ചെയ്യാൻ ലൈബിൾ അല്ലെന്നൊക്കെ പറഞ്ഞാൽ മാത്രം അപ്പൊ അന്നേരം ഉറപ്പിക്കാം അവർ ഇതും കൂടെ ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ള, ഈ സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ഉദ്ദേശിക്കുന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. ഇത് ഈ ഒരു കാര്യം ആംഗിൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ എന്താണ്, 2 സാഹചര്യങ്ങളിൽ റെസിഡന്റ് ആകുന്ന ഒരു വ്യക്തിയുടെ കേസിൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണോ, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതെന്താ? കാരണം അവർ റെസിഡന്റ് ആയാൽ തന്നെ ഡീംഡ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി എന്നാ പറയുന്നത്. അത് ആരൊക്കെയാ? ഒന്ന്, 120 + 365 ഡേയ്സ് ടെസ്റ്റ് കാരണം റെസിഡന്റ് ആകുന്ന വ്യക്തി എല്ലായ്പ്പോഴും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി ആയിരിക്കും. അതാരാ?
ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കംസ് ടു ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഫോർ എ വിസിറ്റ്. ആ കേസിൽ അയാൾ എപ്പോഴും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി, അഡീഷണൽ കണ്ടീഷന്റെ ആവശ്യമില്ല. ഇനി രണ്ടാമത് അഡീഷണൽ കണ്ടീഷൻ ആവശ്യമില്ലാതെ തന്നെ നമ്മൾ എപ്പോഴും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയുന്ന ആരാ? സെക്ഷൻ 6 സബ്സെക്ഷൻ 1A പ്രകാരം വേറെ ഒരു രാജ്യത്തും ടാക്സ് പേ ചെയ്യാൻ ലൈബിലിറ്റി ഇല്ലാത്ത ഇന്ത്യൻ സിറ്റിസൺ, അയാളുടെ ഇന്ത്യൻ സോഴ്സ് ടോട്ടൽ ഇൻകം 15 ലക്ഷത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അയാളെ ഡീംഡ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി എന്നാ പറയുന്നത്. അവിടെ അഡീഷണൽ ടെസ്റ്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി എന്ന് പറയാം. ഈ 2 കേസ് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാ കേസിലും ഒരു ഇൻഡിവിജ്വൽ റെസിഡന്റ് ആയി കഴിഞ്ഞാൽ, അതായത് 182 ഡേയ്സ് ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുകയോ 60+365 ഡേയ്സ് ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുകയോ ചെയ്താൽ നമ്മൾ അയാൾ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. റെസിഡന്റ് അതിന്റെ ഓർഡിനറി ആണോ ബട്ട് നോട്ട് ഓർഡിനറി എന്ന് അറിയാൻ 2 അഡീഷണൽ കണ്ടീഷൻ ആണ് നമുക്കറിയാം. ഒന്ന്, ബേസിക് നമ്മുടെ പ്രീവിയസ് ഇയർ മാറ്റി നിർത്തിയിട്ട് തൊട്ട് ബാക്കിലോട്ടുള്ള 10 കൊല്ലത്തിൽ 2 കൊല്ലം റെസിഡന്റ് ആവണം. പ്രീവിയസ് ഇയർ മാറ്റി നിർത്തിയിട്ട് തൊട്ട് ബാക്കിലോട്ടുള്ള 7 കൊല്ലത്തിൽ 730 ദിവസം സ്റ്റേ ചെയ്യണം. 2 കണ്ടീഷൻ ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്താൽ, അഡീഷണൽ കണ്ടീഷൻ 2 സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡന്റ് ആൻഡ് ഓർഡിനറി എന്ന് വിളിക്കും, അല്ലെങ്കിൽ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി എന്ന് വിളിക്കും. റെസിഡന്റ് ആൻഡ് ഓർഡിനൽ റെസിഡന്റ് എന്നും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനൽ റെസിഡന്റ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നതിന്റെ പിന്നില്ല റീസൺ എന്നാന്ന് ചോദിച്ച ഉത്തരം വളരെ ലളിതമാണ്. റെസിഡന്റ് ആൻഡ് ഓർഡിനൽ റെസിഡന്റ് ആണെങ്കിൽ എല്ലാ ഫോറിൻ ഇൻകം ഇന്ത്യ ടാക്സ് ചെയ്യും. റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ 2 സെലക്ടഡ് ഫോറിൻ ഇൻകം മാത്രമേ ഇന്ത്യ ടാക്സ് ചെയ്യുള്ളൂ. ഇതാണ് ആകെ വ്യത്യാസം. ROR ഉം RBNOR എന്ന് പറയുന്നതിന്റെ വ്യത്യാസം ഇത് മാത്രമാണ്. ROR എല്ലാ ഫോറിൻ ഇൻകം ഇന്ത്യ ടാക്സ് ചെയ്യും, RBNOR 2 സെലക്ടഡ് ഫോറിൻ ഇൻകം മാത്രമേ ടാക്സ് ചെയ്യുള്ളൂ. വേറെ ഒരു ഫോറിൻ ഇൻകവും RBNOR ടാക്സ് ചെയ്യില്ല. ഇനി ഇന്ത്യൻ സിറ്റിസൺ വർക്കിംഗ് ആസ് എ ക്രൂ മെമ്പർ ഓഫ് ആൻ ഇന്ത്യൻ ഷിപ്പ് എന്ന് പറയുന്ന കേസിൽ നമ്മൾ ഇന്ത്യക്കകത്ത് എത്ര ദിവസം ഉണ്ടായിരുന്നു എന്നുള്ള സ്റ്റേ എടുക്കുമ്പോൾ പ്രീവിയസ് ഇയറിലെ ടോട്ടൽ 365 ദിവസം എടുത്തിട്ട് കണ്ടിന്യൂസ് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റിൽ സൈൻ ഇൻ ചെയ്യുന്ന ഡേറ്റ് തൊട്ട് സൈൻ ഓഫ് ചെയ്യുന്ന ഡേറ്റ് വരെയുള്ള പീരീഡ് മൈനസ് ചെയ്ത് കളഞ്ഞിട്ടാണ് റിമൈനിങ് പീരീഡ് ആണ് ഇവിടെ ഉള്ളതായിട്ട് കണക്കാക്കുക. അത് ഓർക്കണം. അത് ഇന്ത്യൻ സിറ്റിസൺസ് വർക്കിംഗ് ഇൻ ആൻ ഇന്ത്യൻ ഷിപ്പിന്റെ കേസിൽ മാത്രമേ ഉള്ളൂ. CDCയുടെ ഡീറ്റെയിൽസ് അവർ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യണം. നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിനകത്ത് ആനന്ദ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയൽ ആ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ഇന്ത്യൻ സിറ്റിസൺ ലീവ്സ് ഇന്ത്യ ആസ് എ ക്രൂ മെമ്പർ ഓഫ് ഇന്ത്യൻ ഷിപ്പിന്റെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്താൽ മതി. അതിനകത്ത് ഈ പറയുന്ന CDCയുടെ ഡേറ്റ് ഒക്കെ വരുന്നുണ്ട്. CDCയുടെ ഡേറ്റ് തരുമ്പോൾ സൈൻ ഇൻ ചെയ്ത ഡേറ്റും സൈൻ ഓഫ് ചെയ്ത ഡേറ്റ്, ആ 2 ഡേറ്റും കടലിൽ ഔട്ട്സൈഡ് ഇന്ത്യ ഉള്ളതായിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ. അതുകൊണ്ട് സൈൻ ഇൻ ചെയ്ത ഡേറ്റും സൈൻ ഓഫ് ചെയ്ത ഡേറ്റും കൂടെ ചേർത്തിട്ട് വേണം 365 മൈനസ് ചെയ്യാൻ. 365 അല്ലെങ്കിൽ 366, ലീപ് ഇയർ ആകുമ്പോൾ 366. ഇനി അടുത്ത് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ ഡേറ്റ് ഓഫ് അറൈവലും ഡേറ്റ് ഓഫ് ഡിപ്പാർച്ചർ ഇവിടെ സ്റ്റേ ചെയ്തായിട്ട് കണക്കാക്കണം. ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ സ്റ്റേ ചെയ്താൽ ഇന്ത്യയിൽ സ്റ്റേ ചെയ്തായിട്ട് കണക്കാക്കണം. അതൊക്കെ അതുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ്. ഇതാണ് ഇൻഡിവിജ്വലിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത് HUF ആണ്. ഈ കഴിഞ്ഞ എക്സാമിനേഷന് ചോദിച്ചിരിക്കുന്നത് HUFന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഇൻഡിവിജ്വലിന്റെ സ്റ്റാറ്റസും കൂടെ ഒരുമിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. HUFന്റെ കൺസെപ്റ്റ് സിമ്പിൾ ആണ്. കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോൾ യുവർ പാർട്ടി ഫ്രം ഇന്ത്യ റെസിഡന്റ്, കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് 100% ഫ്രം എബ്രോഡ് നോൺ റെസിഡന്റ്. പിന്നെ കർത്ത എന്ന് പറയുന്ന ആള് അഡീഷണൽ കണ്ടീഷൻസ് 2 സാറ്റിസ്ഫൈ ചെയ്താൽ HUF ROR, അഡീഷണൽ കണ്ടീഷൻ കർത്ത സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ HUF റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി. സിമ്പിൾ. അതാണ് HUFന്റെ കൺസെപ്റ്റ്. ബാക്കിയുള്ള റെസിഡന്റ് സ്റ്റാറ്റസ് പരീക്ഷയ്ക്ക് ചോദിക്കേണ്ട സാധ്യത വളരെ 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 വിരളമാണ്. ചോദിക്കാൻ ചാൻസ് തന്നെ ഇല്ല. ഇൻഡിവിജ്വലിന്റെ HUFന്റെ റെസിഡന്റ് സ്റ്റാറ്റസ് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. അതിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്ററിന്റെ കോർ ഏരിയയിൽ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ട അടുത്ത കാര്യം സ്കോപ്പ് ഓഫ് ഇൻകം ആണ്. അതായത് ഇന്ത്യൻ ഇൻകം, ഫോറിൻ ഇൻകത്തിന്റെ ക്ലാസിഫിക്കേഷൻ. ഇന്ത്യൻ ഇൻകത്തിൽ 4 എണ്ണം. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ, ഫസ്റ്റ് റെസിപ്റ്റ്, ഡീം ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, അക്രൂർ എറേസ് ഇൻ ഇന്ത്യ, ഡീം ടു അക്രൂർ എറേസ് ഇൻ ഇന്ത്യ. ഇതിൽ ഡീം ടു അക്രൂർ എറേസ് ഇൻ ഇന്ത്യ സെക്ഷൻ 9 ആണ്. അപ്പൊ സെക്ഷൻ 9-നകത്ത് 8 ഐറ്റം ഉണ്ട്, അറിയാലോ. ഇൻകം ത്രൂ ഓർ ഫ്രം എ ബിസിനസ് കണക്ഷൻ ഇൻ ഇന്ത്യ, ഇൻകം ത്രൂ ഓർ ഫ്രം അസറ്റ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ആൻ അസറ്റ് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ 911. 912 ഈ സർവീസ് ഈസ് റെൻഡേർഡ് ഇൻ ഇന്ത്യ, സാലറി ഡീം ടു അക്രൂർ എറേസ് ഇൻ ഇന്ത്യ. 913 salary paid by central government to Indian citizen for rendering service outside India is exempted. അതിനകത്ത് അലവൻസും പെർക്യൂസിറ്റി എക്സംപ്റ്റഡ്. ബാക്കി സാലറി ഡീം ടു അക്രൂർ എറേസ് ഇൻ ഇന്ത്യ 913. 914 ഡിവിഡൻഡ്, 915 ഇൻട്രസ്റ്റ്, 916 റോയൽറ്റി, 917 ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസ് ആൻഡ് 918 ഗിഫ്റ്റ് എക്സീഡിംഗ് 50,000 പെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ബൈ എ റെസിഡന്റ് ടു നോൺ റെസിഡന്റ് ഓർ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ്. അപ്പൊ അത് 9. ഇത് 4 ഇന്ത്യൻ ഇൻകം. എന്താണ് ഇന്ത്യൻ ഇൻകത്തിന്റെ പ്രത്യേകത? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ത് തന്നെ ആയാലും ഈ ഇന്ത്യൻ ഇൻകം ടാക്സ് ചെയ്തിരിക്കും. റെസിഡന്റ് ആയാലും നോൺ റെസിഡന്റ് ആയാലും ROR ആയാലും RBNOR ആയാലും ആരായാലും ഇന്ത്യൻ ഇൻകത്തിന് ഇന്ത്യ ടാക്സ് കൊടുത്തേ പറ്റൂ. സോ വാട്ട് ഈസ് ഫോറിൻ ഇൻകം? ആൻ ഇൻകം അക്രൂഡ് ആൻഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഈസ് ഫോറിൻ ഇൻകം. ഫോറിൻ ഇൻകം എന്തായാലും ഇന്ത്യ ടാക്സ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. ഡിപ്പെൻസ് അപ്പോൺ ആ ഫോറിൻ ഇൻകം കിട്ടുന്ന വ്യക്തിയുടെ സ്റ്റാറ്റസ്. ഫോറിൻ ഇൻകം കിട്ടുന്ന വ്യക്തിയുടെ റെസിഡന്റ് സ്റ്റാറ്റസ് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ ഫോറിൻ ഇൻകം ഇന്ത്യ ടാക്സ് ചെയ്യും. റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ എല്ലാ ഫോറിൻ ഇൻകം ഇന്ത്യ ടാക്സ് ചെയ്യില്ല. 2 സെലക്ടഡ് ഫോറിൻ ഇൻകം മാത്രമേ ടാക്സ് ചെയ്യുള്ളൂ. Foreign business if the business controlled from India, foreign professional income if the profession set up in India.
ഈ 2 ഫോറിൻ ഇൻകം മാത്രമേ RBI NORന് ടാക്സ് ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ നോൺ റെസിഡന്റിനെ സംബന്ധിച്ച് ഇന്ത്യൻ ഇൻകം മാത്രമേ ടാക്സ് ചെയ്യുള്ളൂ, ഫോറിൻ ഇൻകം ടാക്സ് ചെയ്യാൻ പറ്റത്തില്ല. റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഇൻകത്തിന്റെ ക്ലാസിഫിക്കേഷനും ഇത് രണ്ടും തമ്മിലുള്ള കണക്ഷനും കൂടി ചേർത്തിട്ടേ പരീക്ഷയ്ക്ക് ചോദിക്കൂ. അല്ലാതെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് മാത്രമായിട്ടോ ഇൻകത്തിന്റെ മാത്രമായിട്ടോ ചോദിക്കില്ല, ഇത് ഒരുമിച്ചിട്ടേ ചോദിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എപ്പോഴും റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഫൈൻഡ് ഔട്ട് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് മിസ്റ്റർ എ ആൻഡ് ഹിസ് ടാക്സബിൾ ഇൻകം ഇൻ ഇന്ത്യ, അങ്ങനെ ചോദിക്കുന്ന ചോദ്യംസ് ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അല്ലാത്ത ക്വസ്റ്റ്യൻസ് ചെയ്ത് സമയം കളയണ്ട. പിന്നെ ഈ പറയുന്ന ടാക്സ് ലൈബിലിറ്റി ചാർട്ടിന്റെ ഫുൾ ഐഡിയ കിട്ടുന്ന രീതിയിൽ നമ്മൾ വലിയൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയൽ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ, ഏതാണ്ട് എന്താ പറയുക 20 ഐറ്റംസ് വരുന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നല്ലോ. അസസി റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആണെങ്കിൽ ഇൻകം എത്ര, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി ആണെങ്കിൽ എത്ര, നോൺ റെസിഡന്റ് ആണെങ്കിൽ എത്ര എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ബേസിക് ചാപ്റ്ററിലെ നമ്മുടെ വർക്ക് ബുക്കിലുള്ള ഏറ്റവും സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ടാക്സ് ലൈബിലിറ്റി ചാർട്ടിന്റെ സ്റ്റാറ്റസും ഇൻകവും തമ്മിലുള്ള കണക്ഷൻ ക്ലാരിറ്റി വരും. ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പിന്നെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും സ്കോപ്പ് ഓഫ് ഇൻകം കൂടെ ഒരുമിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് എത്രത്തോളം കൂടുതൽ ചെയ്യുമോ അത്രയും നല്ലതാണ്. ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഇപ്പോൾ വർക്ക് ബുക്ക് ഇല്ല, അപ്പൊ ഞാൻ അതിന്റെ ആ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് റിപ്പീറ്റ് ചെയ്യണം. 2 റൗണ്ടോ 3 റൗണ്ടോ ചെയ്യാം, തറവാവും. ഓക്കെ, അല്ല ആദ്യത്തെ സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം ഫുൾ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ, ഏതാണ്ട് 20 ഐറ്റംസ് ഒരുമിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, എല്ലാം ഉണ്ട് അതിനകത്ത്. മറ്റേ ഇൻകം, US ഡെവലപ്മെന്റ് ബോണ്ട്, മറ്റേ ബ്രിട്ടീഷിന്റെ കമ്പനിയുടെ ഡിവിഡൻഡ് കിട്ടി, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് രാജസ്ഥാനിൽ നിന്ന് അഗ്രികൾച്ചർ ഇൻകം കിട്ടി എന്നൊക്കെ പറഞ്ഞൊരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യം ചെയ്യണം. അത് പിന്നെ സ്കോപ്പ് ഓഫ് ഇൻകത്തിന്റെ ഒരു സംഭവമാണ്. ആ ക്വസ്റ്റ്യൻ ആദ്യം എന്നല്ല, ആ ക്വസ്റ്റ്യൻ ചെയ്യണം. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഞാൻ ഈ പറയുന്ന ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിർബന്ധമായി അറ്റ് എനി കോസ്റ്റ് നിങ്ങൾ ചെയ്തിരിക്കണം. ബാക്കിയുള്ള നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. ബട്ട് ഇത്രയും ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് ചെയ്യുക, ബിക്കോസ് ഇറ്റ്സ് വെരി യൂസ്ഫുൾ. നല്ല റിവിഷൻ ആവും. ഇതെല്ലാം തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായ റേഞ്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, നമ്മുടെ പ്രീവിയസ് ഇയർ മെയ് 2022 ചോദിച്ച ശ്രുതി ആൻഡ് ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ വർക്ക് ബുക്കിലുള്ളതാണ്. വർക്ക് ബുക്കിന്റെ നമ്പർ എനിക്കറിയില്ല, അതാണ് ഞാൻ പേര് എഴുതിയിട്ടിരിക്കുന്നത്. അപ്പൊ പ്രീവിയസ് ഇയർ മെയ് 22 ചോദിച്ച ശ്രുതിയുടെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചെയ്തിരിക്കണം. സാർത്ഥക് എന്ന് പറഞ്ഞിട്ട് പ്രീവിയസ് ഇയർ നവംബർ 22 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അത് ചെയ്യണം സാർത്ഥകിന്റെ. പിന്നെ അത് കഴിഞ്ഞാൽ ജയ്ചന്ദ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യനും, ജയ്ചന്ദും പ്രശാന്തും രണ്ടും ഒരേ അറ്റംപ്റ്റ് ചോദിച്ചാണ്. ഒറ്റ അറ്റംപ്റ്റിൽ ഒരു ക്വസ്റ്റ്യന്റെ 2 പാർട്ടായിട്ട് ചോദിച്ചാണ്. 3 മാർക്കും 5 മാർക്കും 8 മാർക്കിനും കണ്ട ചോദിച്ചാണ് ജയ്ചന്ദും പ്രശാന്തും. ആ ക്വസ്റ്റ്യൻ അത് മെയ് 23 ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ വർക്ക് ബുക്കിലുള്ളതാണ്. റിത എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് RTP ക്വസ്റ്റ്യൻ ആണ്. മെയ് 24 RTPയുടെ ക്വസ്റ്റ്യൻ ആണ്. റിതയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഈ പറയുന്ന റീത്ത എന്താന്ന് വെച്ചാൽ പറയാം. അപ്പം റെസിഡൻഷ്യൽ സ്റ്റാറ്റസും ഇൻകവും കൂടെ കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് റീത്ത, RTP മെയ് 24. പിന്നെ ധനേഷ് എന്ന് പറഞ്ഞൊരു ധനുഷിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, RTP നവംബർ 22, അത് ചെയ്യണം. പിന്നെ മിസ് ആശ ആൻഡ് മിസ്റ്റർ റാം രണ്ടുപേരുടെയും ഒറ്റ ക്വസ്റ്റ്യനിൽ 2 പേരുടെ സ്റ്റാറ്റസും ചോദിച്ചിട്ടുണ്ട്, ആശയുടെയും റാമിന്റെയും. അത് RTP നവംബർ 23 ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റിൽ സ്റ്റഡി മെറ്റീരിയൽ ടെസ്റ്റ് യുവർ നോളജിലെ 3rd ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു, രമേശ് ആൻഡ് സുരേഷ്. അതിൽ ഒരാൾ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, മറ്റാൾ നോൺ റെസിഡന്റും ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിർബന്ധമായി നിങ്ങൾ ചെയ്തിരിക്കണം. ക്വസ്റ്റ്യന്റെ ട്രെൻഡ്, അവർ ചോദിക്കുന്ന ട്രെൻഡും RTPയിലെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ക്ലിയർ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസും സ്കോപ്പ് ഓഫ് ഇൻകം കൂടി ഒരുമിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കണം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിച്ചിട്ട് വേണം സ്കോപ്പ് ഓഫ് ഇൻകം പറയാൻ. കാരണം അല്ലാതെ പറയാൻ പറ്റത്തില്ലല്ലോ. കാര്യം അവർ തന്നിരിക്കുന്ന ഇൻകത്തിനകത്ത് ഇന്ത്യൻ ഇൻകവും കാണും, അവരെന്തെങ്കിലും ഇൻകത്തിനകത്ത് ഫോറിൻ ഇൻകവും കാണും. ഇന്ത്യൻ ഇൻകം ഉണ്ട്, ഫോറിൻ ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഇൻകത്തിന്റെ കാര്യത്തിൽ ഉറപ്പിച്ച് പറയാം, ഇന്ത്യ ടാക്സ് ചെയ്യുമെന്ന് പറയാം. പക്ഷെ ഫോറിൻ ഇൻകം ടാക്സ് ചെയ്യണോ വേണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അറിയണ്ടേ. അതുകൊണ്ട് എപ്പോഴും ക്വസ്റ്റ്യനിൽ ആദ്യം റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കണം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിച്ചതിന് ശേഷം ഇൻകത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ട് ഇൻകം എത്ര ടാക്സബിൾ ആണെന്നുള്ളത് പറയണം. പിന്നെ ബേസിക് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് കുറച്ച് എക്സംഷൻസ് ഒക്കെ വരാറുണ്ട്. സെക്ഷൻ 10 സബ്സെക്ഷൻ 1 അഗ്രികൾച്ചർ ഇൻകം ഫ്രം ഇന്ത്യ ഈസ് എക്സംപ്റ്റഡ്, ഓർക്കണം. സെക്ഷൻ 10 സബ്സെക്ഷൻ 15 പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് 3500 ഒരു എക്സംപ്റ്റഡ് ആണ്. സെക്ഷൻ 10 സബ്സെക്ഷൻ 4 ഉണ്ട്, നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന പിന്നെ ഇൻട്രസ്റ്റ് NRE അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എക്സംപ്റ്റഡ് ആണ്. പിന്നെ സാലറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സെക്ഷൻ 10 സബ്സെക്ഷൻ 6 കുറച്ചധികം എക്സംഷൻ പഠിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഫോറിൻ സിറ്റിസൺസിന് നമ്മുടെ ഇന്ത്യക്കകത്ത് വന്ന് വർക്ക് ചെയ്തിട്ട് പല സാഹചര്യങ്ങളിൽ കിട്ടുന്ന സാലറി, കപ്പലിൽ ജോലിക്ക് വരുന്നത്, പിന്നെ ഗവൺമെന്റിന്റെ ട്രെയിനിങ്ങിന് വേണ്ടി വരുന്നത്, പിന്നെ ഫോറിൻ ഡിപ്ലോമാറ്റിക് മിഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ഫോറിൻ സിറ്റിസൺസിന് ഇവിടെ നിന്ന് കിട്ടുന്ന സാലറി ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എക്സംപ്റ്റ് ചെയ്യും. സെക്ഷൻ 10(6) പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് ബേസിക് ചാപ്റ്ററിൽ പ്രധാനമായിട്ട് എക്സംഷൻസിന്റെ ആംഗിൾ ഓർത്തിരിക്കേണ്ടത്. അപ്പം നിങ്ങൾ ഈ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുമ്പോൾ, അതായത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് സ്കോപ്പ് ഓഫ് ഇൻകം പഠിക്കുമ്പോൾ
നിങ്ങൾ നിർബന്ധമായും പഠിച്ചു തീർത്തിട്ട് അന്ന് ഓടിച്ചൊന്ന് റിവൈസ് ചെയ്തതിന് ശേഷം ഇത്രയും ക്വസ്റ്റ്യൻസ് യു ഷുഡ് പ്രാക്ടീസ്. ഇതൊരു 2 റൗണ്ട് ചെയ്താൽ വളരെ നല്ലത്. ഒരു റൗണ്ട് എന്താണ് നിർബന്ധം, നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരു റൗണ്ട് ചെയ്തിരിക്കണം. 2 റൗണ്ട് ചെയ്താൽ വളരെ അത്യുത്തമം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ലതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചെയ്യണം. ഓക്കെ, ഞാൻ ഇന്ന് അടുത്ത ഒരു ചാപ്റ്ററിന്റെ കൂടെ സ്റ്റഡി പ്ലാൻ പറയുവാണ്. ഇത് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്യുക. കാരണം നാളെ നമ്മുടെ സെഷൻ എനിക്ക് കറക്റ്റ് ടൈം എനിക്ക് ഉറപ്പില്ല, അത് അവർ പറയും. അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ ഒരു ചാപ്റ്ററിന്റെ കൂടെ സ്റ്റഡി പ്ലാൻ പറയുകയാണ്. അത് ചെറിയ ചാപ്റ്റർ ആണ്, ഹൗസ് പ്രോപ്പർട്ടി. എപ്പോഴും നല്ലത് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും സ്കോപ്പ് ഓഫ് ഇൻകം എന്നുള്ള ചാപ്റ്റർ ചെറിയ ചാപ്റ്റർ ആണല്ലോ, അത് പഠിച്ച് തീർത്തിട്ട് നേരെ നിങ്ങൾ ഹൗസ് പ്രോപ്പർട്ടി കൂടെ അങ്ങ് തീർക്കുക. അപ്പൊ 2 ചെറിയ ചാപ്റ്റർ അങ്ങ് തീരും. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് സ്കോപ്പ് ഓഫ് ഇൻകം തീരും, ഹൗസ് പ്രോപ്പർട്ടി നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് നിങ്ങൾ ലെറ്റ് ഔട്ടിന്റെ വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ പഠിച്ചു തീർക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ് ഹൗസ് പ്രോപ്പർട്ടി. അതിന്റെ ബേസിക് കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ: ലെറ്റ് ഔട്ട്, ഡീംഡ് ലെറ്റ് ഔട്ട്, സെൽഫ് ഓക്കുപൈഡ്. ലെറ്റ് ഔട്ടിന് യാതൊരുവിധ പരിധികളും ഇല്ല. ഏത് ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാം, മൊത്തം ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യാം. എന്റെ GAV കണ്ടുപിടിക്കുന്നതും GAV കണ്ടുപിടിക്കുന്ന സമയത്ത് ഓരോ അഡ്ജസ്റ്റ്മെന്റുകൾ ഞാൻ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചാണ്. അപ്പൊ ലെറ്റ് ഔട്ട് ആദ്യം പഠിക്കുക, അതിന്റെ തിയറി വായിച്ചു നോക്കുക. സെൽഫ് ഓക്കുപൈഡിന്റെ തിയറി വായിക്കുക. സെൽഫ് ഓക്കുപൈഡ് പഠിച്ച ഉടനെ ഡീംഡ് ലെറ്റ് ഔട്ടും പഠിക്കുക. കാരണം സെൽഫ് ഓക്കുപൈഡ് പ്രോപ്പർട്ടി 2-ലധികം വരുമ്പോഴാണല്ലോ ഡീംഡ് ലെറ്റ് ഔട്ട് വരിക. സെൽഫ് ഓക്കുപൈഡിന് മാത്രമേ ഇൻട്രസ്റ്റിന്റെ ലിമിറ്റ് 30,000 അല്ലെങ്കിൽ 2 ലക്ഷം എന്നുള്ള കൺസെപ്റ്റ് ഉള്ളൂ. ലെറ്റ് ഔട്ടിനും ഡീംഡ് ലെറ്റ് ഔട്ടിനും ഇൻട്രസ്റ്റിന് ലിമിറ്റ് ഇല്ല, ഓർക്കണം. പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരിക്കലും ലെറ്റ് ഔട്ടിന്റെ മാത്രം ക്വസ്റ്റ്യനോ സെൽഫ് ഓക്കുപൈഡിന്റെ മാത്രം ക്വസ്റ്റ്യനോ ഡീംഡ് ലെറ്റ് ഔട്ടിന്റെ മാത്രം ക്വസ്റ്റ്യനോ വെച്ച് തള്ളിക്കൊണ്ടിരിക്കരുത്. അങ്ങനെ പഠിക്കരുത്. പരീക്ഷയ്ക്ക് ലാസ്റ്റ് മൊമെന്റിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ യു ഷുഡ് ഡു ടഫ് ക്വസ്റ്റ്യൻസ്. ആ ടഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന റേഞ്ചിലെ ക്വസ്റ്റ്യൻസ് വേണം ചെയ്യാൻ. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത പോലെ അല്ല പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ. ക്ലാസ്സിൽ ചെയ്യുമ്പോൾ ഓരോ കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടി സിമ്പിൾ ക്വസ്റ്റ്യനിൽ നിന്ന് കയറിയാണ് നമ്മൾ മേളിലെത്തുന്നത്. ലാസ്റ്റ് മൊമെന്റ് റിവൈസ് ചെയ്യുമ്പോൾ യു ഷുഡ് ഓൾവേസ് ഫോക്കസ് ഓൺ ടഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് എക്സാം ലെവൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് എക്സാം ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഹൗസ് പ്രോപ്പർട്ടി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ അഡ്ജസ്റ്റ്മെന്റ്സ്, നമ്മുടെ ബുക്കിൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉള്ളതാണ്. 1, സിംഗിൾ ഹൗസ് വിത്ത് മൾട്ടിപ്പിൾ യൂണിറ്റ്സ്. സിംഗിൾ ഹൗസ് വിത്ത് മൾട്ടിപ്പിൾ യൂണിറ്റ്. പാർട്ട്ലി ലെറ്റ് ഔട്ട്, പാർട്ട്ലി സെൽഫ് ഓക്കുപൈഡ്. പാർട്ട്ലി സെൽഫ് ഓക്കുപൈഡ് വളരെ നിർബന്ധം. ഇത് നിങ്ങൾ നോക്കിയിരിക്കണം. ആദ്യം പഠിക്കേണ്ട ഇതിന്റെ പ്രോബ്ലംസ് ആണ് ചെയ്യാൻ. ഇതിന്റെ ഏറ്റവും നല്ലൊരു പ്രോബ്ലം അരുൺ ആൻഡ് ബിമൽ ആർ കോ ഓണേഴ്സ് എന്നും പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അരുൺ ആൻഡ് ബിമൽ ബ്രദേഴ്സ്, ഇവരുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിർബന്ധമായിട്ടും ചെയ്യണം. നല്ല നൈസ് ക്വസ്റ്റ്യൻ ആണ്. 8 നിലകളുള്ള വലിയൊരു വീട്. അരുണും ബിമലും സഹോദരങ്ങളാണ്. ഓരോരുത്തന്മാര് ഓരോ വീടായിട്ട് അവന്മാര് സെൽഫ് ഓക്കുപേഷന് വേണ്ടി എടുത്ത് ബാക്കി 6 യൂണിറ്റ് ലെറ്റ് ഔട്ട് ചെയ്തെന്നും പറഞ്ഞ അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, ഹൗസ് പ്രോപ്പർട്ടിയിൽ പ്രോബ്ലത്തിന്റെ ഏരിയയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട പ്രോബ്ലം മൊത്തം തിയറി വായിച്ചിട്ട്, തിയറി വായിക്കാൻ 3-4 മണിക്കൂർ ധാരാളമാണ് ഹൗസ് പ്രോപ്പർട്ടി. എന്നിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട, നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ഇതാണ്, അരുൺ ആൻഡ് ബിമലിന്റെ പ്രോബ്ലം. രണ്ടാമത് നിങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടത് മിസ്റ്റർ റോയ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. RTP ക്വസ്റ്റ്യൻ, RTP November 22 ആണെന്ന് തോന്നുന്നു. റോയ് ഓഫ് കൽക്കട്ട എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ. അതും ഈ പറഞ്ഞ പാർട്ട്ലി വരുന്ന ഒരു സംഭവമാണ്. ആ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വർക്ക് ബുക്കിനകത്തുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു രമേശ് ആൻഡ് സുരേഷ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. രമേശ് ആൻഡ് സുരേഷ്, നൈസ് ക്വസ്റ്റ്യൻ ആണ്. സെൽഫ് ഓക്കുപൈഡും ലെറ്റ് ഔട്ടും പ്രീ കൺസ്ട്രക്ഷൻ ഇൻട്രസ്റ്റ് ഒക്കെ നല്ല രീതിയിൽ വരുന്ന അടിപൊളി നൈസ് ക്വസ്റ്റ്യൻ ആണ്. അത് ചെയ്യണം. രമേശ് ആൻഡ് സുരേഷ്. എടാ ഇത് 3 ക്വസ്റ്റ്യനും ഒരു പ്രൈമറി ലെവലാണ്. ഭയങ്കര ടഫ് അല്ല, ഒരു പ്രൈമറി ലെവലാണ്. അത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ വർക്ക് ബുക്കിനകത്ത് അതിന്റെ ക്വസ്റ്റ്യൻസ് ഇല്ല. വർക്ക് ബുക്കിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് ഇല്ല, പക്ഷെ ക്ലാസ്സിൽ നിങ്ങളെ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത് ഏത് ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് ഇപ്പൊ എന്റെ പിന്നെ വർക്ക് ബുക്കിനകത്ത് അത് ഇല്ലാത്തത് കൊണ്ടേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അത് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അത് നോക്കി ചെയ്തോണം. നിങ്ങൾ തപ്പി എടുത്താലും മതി. ക്വസ്റ്റ്യൻസ് ഞാനിപ്പോ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇപ്പൊ ചോദിക്കുന്ന ട്രെൻഡ് അതാണ്. നിങ്ങൾ എന്താ പറയാ, വേറെ ഒരു ക്വസ്റ്റ്യനും ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിപ്പീറ്റ് അടിച്ചിട്ടേ പോകാം പരീക്ഷയ്ക്ക്. ഈ 3 ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് December 2021 സജസ്റ്റഡ് ആൻസറിലെ ഒരു ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകൻ മിസ്റ്റർ രവി എന്നാണ്. ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. മിസ്റ്റർ രവി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടും ചെയ്യണം. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇത് കോമ്പോസിറ്റ് ട്രെൻഡിന്റെ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്. കോമ്പോസിറ്റ് ട്രെൻഡ് ആണ്. സെപ്പറബിൾ കോമ്പോസിറ്റ് ട്രെൻഡിന്റെ നൈസ് ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ടും ചെയ്യണം.
സെപ്പറബിൾ കോമ്പോസിറ്റ് രണ്ടിന്റെ സൂപ്പർ ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞാൽ ഒരു ഹൗസ് പ്രോപ്പർട്ടിയുടെ ഒരു പാർട്ട് ബിസിനസ്സിന് ഉപയോഗിക്കുന്നു, ഒരു പാർട്ട് ലെറ്റ് ഔട്ട്, ഒരു പാർട്ട് സെൽഫ് ഒക്കുപെടും. ഓ അടിപൊളി, അതൊരു ബ്യൂട്ടിയാണ്, ഒരു അടിപൊളി ക്വസ്റ്റ്യൻ. അത് ഏത് അറ്റംപ്റ്റിലാണ് ചോദിച്ചത്? അത് ചോദിച്ചിരിക്കുന്ന അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂലൈ 2021. അപ്പൊ സജസ്റ്റഡ് ആൻസർ ജൂലൈ 2021 ക്വസ്റ്റ്യൻ ആണ്. അതില് അവന്റെ പേര്, അസസിയുടെ പേരെന്ന് പറയുന്നത് രമേശ് എന്ന് പറയുന്ന ഒരുത്തനാണ്. രമേശ് കേട്ടാ, രമേശ്. അടിപൊളി, നല്ല ബ്യൂട്ടി ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. എല്ലാം ഉണ്ട്, നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. അതിനകത്ത് ലെറ്റ് ഔട്ട് ഉണ്ട്, സെൽഫ് ഒക്കുപെഡ് ഉണ്ട്, കുറച്ച് ഭാഗം ബിസിനസ്സിന് ഉപയോഗിക്കും. അപ്പൊ സ്പ്ലിറ്റിംഗ് വരും. നല്ല നൈസ് ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ബിസിനസ്സിനും പിന്നെ ലെറ്റ് ഔട്ടും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതും ഈ പറഞ്ഞ രണ്ട് ഏരിയ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ചെയ്യേണ്ടതാണ്. മിസ്റ്റർ ആകാശ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, അത് RTP May 23. RTP May 23 ആകാശ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. എടാ, എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ നിങ്ങൾ ഹൗസ് പ്രോപ്പർട്ടിയുടെ ചാപ്റ്റർ നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോഴേ ഈ പറയുന്ന 1, 2, 3, 4, 5, 6 ഈ 6 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ 6 ക്വസ്റ്റ്യനും തലങ്ങും വിലങ്ങും ഒന്ന് ചെയ്താൽ മതി. ഈ 6 ക്വസ്റ്റ്യൻ 2 റൗണ്ട് ചെയ്താൽ നിങ്ങൾ ഉസ്താദാവും, അടിപൊളിയാവും. പിന്നെ എനിക്ക് ഡൗട്ട് വേണം നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. അപ്പൊ ആ രീതിയിലാവും. നല്ല സൂപ്പറാണ്. ചാപ്റ്റർ പഠിച്ചിട്ടേ പ്രോബ്ലത്തിലേക്ക് പോകാവൂ. ഗ്രിപ്പ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്ത് ഗ്രിപ്പ് ആക്കിയിട്ട് ഇതിലോട്ട് വരിക. പക്ഷേ ലാസ്റ്റ് മൊമെന്റ് പരീക്ഷയ്ക്ക് പോണതിന് മുമ്പ് ഈ 6 ക്വസ്റ്റ്യൻ ഹൗസ് പ്രോപ്പർട്ടിക്കകത്ത് ചെയ്തിരിക്കണം. അറ്റ് എനി കോസ്റ്റ്, നിർബന്ധമാണ്. ഇതെനിക്ക് തോന്നുന്നു പ്രിന്റ് തന്നിട്ടില്ല എന്ന് തോന്നുന്നു. മേ ബി ചിലപ്പോൾ ക്ലാസ്സിൽ നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് അറ്റംപ്റ്റ് ഏതാണെന്ന് കൂടെ എഴുതിയത്. അപ്പൊ കണ്ടിയറിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഹൗസ് പ്രോപ്പർട്ടിയിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിവൈസ് ചെയ്യുന്ന സമയത്ത് ഡിഫോൾട്ട് ടാക്സ് റെജിമും ഉണ്ട്, ഓപ്റ്റ് ഔട്ടും ഉണ്ട്. ഡിഫോൾട്ട് ടാക്സ് റെജിമിലുള്ളവർക്ക് 2 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഹൗസ് പ്രോപ്പർട്ടി ചാപ്റ്റർ പഠിക്കുമ്പോൾ. 115 BSc ഡിഫോൾട്ട് ടാക്സ് റെജിമിലുള്ളവർക്ക് സെൽഫ് ഒക്കുപൈഡ് എന്ന കഥ ഇല്ല. അവന് സെൽഫ് ഒക്കുപൈഡ് ഇല്ല, സമ്മതിക്കത്തില്ല. 2, ലെറ്റ് ഔട്ടും ഡീംഡ് ലെറ്റ് ഔട്ടും അവന് സമ്മതിക്കും. പക്ഷേ ലെറ്റ് ഔട്ടിലോ ഡീംഡ് ലെറ്റ് ഔട്ടിലോ ലോസ് ഉണ്ടായാൽ അത് വേറെ ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഡിഫോൾട്ടിൽ വളരെ ശ്രദ്ധിക്കണം. 1, സെൽഫ് ഒക്കുപൈഡ് കിട്ടത്തില്ല. 2, ലെറ്റ് ഔട്ടും ഡീംഡ് ലെറ്റ് ഔട്ടും ലോസ് വന്നാലും ആ ലോസ് വേറെ ഹെഡുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സമ്മതിക്കില്ല, ക്യാരി ഓവർ ചെയ്യണം ഡിഫോൾട്ടുകാർക്ക്. ബട്ട് ഓപ്റ്റ് ഔട്ടുകാർക്ക് ഈ പ്രശ്നമില്ല. പിന്നെ എന്റെ അഭിപ്രായത്തിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. എന്റെ ഒരു തൃപ്തിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. 3 വീട് തന്നിട്ട് ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ട് ഏത് വീട് സെൽഫ് ഒക്കുപൈഡ് എടുക്കുന്നതാണ് ലാഭം, ഏത് DLO ആക്കണം, ഓപ്റ്റ് ഔട്ടുകാരെ സംബന്ധിച്ചും ഡിഫോൾട്ടുകാരെ സംബന്ധിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കാം. കോമ്പിനേഷൻ സെറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന DLOയുടെ ചോദ്യം. സ്റ്റഡി മെറ്റീരിയൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഞാൻ ഓർക്കുന്നില്ല. ഹൗസ് നമ്പർ 3 ഹൗസ് നമ്പർ 1 +2 +3 3 തന്നിട്ട് ഏത് DLO ആക്കണം, ഏത് SO ആക്കണം എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ ഓർക്കുന്നില്ല. വർക്ക് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്, സ്റ്റഡി മെറ്റീരിയൽ ക്വസ്റ്റ്യൻ ആണ്. അതും കൂടി ചെയ്യണം. പൂർത്തിയായി, ഇത്രയും മതി. പിന്നെ അരിയർ റെന്റ്, അൺറിയലൈസ്ഡ് റെന്റിന്റെ ഒക്കെ തിയറി വായിച്ചങ്ങ് പോയാൽ മതി. അതൊന്നും പ്രോബ്ലത്തിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചോദിക്കുന്ന സാധനമൊന്നുമല്ല. ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. പിന്നെ ഒരു സാധ്യതയുള്ളതൊന്ന് മാറ്റി പിടിച്ച് അവർക്ക് ചോദിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഹൗസ് പ്രോപ്പർട്ടി ലൊക്കേറ്റഡ് ഇൻ എ ഫോറിൻ കൺട്രി ചിലപ്പം പ്രോബ്ലത്തിൽ വരാം. അങ്ങനെ വരുമ്പോൾ അതിന് ഫോറിൻ കറൻസിയിലൊക്കെ ആയിരിക്കും തന്നിരിക്കുക. അപ്പൊ അതിനെ ഇന്ത്യൻ കറൻസിയിലോട്ട്, ഇന്ത്യൻ റുപ്പിയിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്തതിന് ശേഷം വേണം അതിനെ ചെയ്യാനായിട്ട്. അപ്പൊ INR കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സും അവിടെ അടച്ച മുനിസിപ്പൽ ടാക്സ് ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് ഇവിടെ ക്ലെയിം ചെയ്യാം. സ്റ്റാറ്റസ് നോക്കണം. ആ ഒരു ആംഗിൾ മേ ബി ചോദിക്കാം, ഒന്ന് മാറ്റി പിടിക്കണം എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പോഴത്തെ റീസെന്റ് ട്രെൻഡ് കോമ്പോസിറ്റ് റെന്റും അതേ സെപ്പറബിൾ കോമ്പോസിറ്റ് റെന്റിന്റെ പ്രോബ്ലം, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ ഒരു പാർട്ട് ബിസിനസ്, ഒരു പാർട്ട് ലെറ്റ് ഔട്ട്, ഒരു പാർട്ട് സെൽഫ് ഒക്കുപൈഡ് എന്ന് പറഞ്ഞ ട്രെൻഡ്. ഇത് രണ്ടും അല്ലെങ്കിൽ അവർ പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് മറ്റേ ഞാൻ ആദ്യം പറഞ്ഞ സിംഗിൾ ഹൗസ് വിത്ത് മൾട്ടിപ്പിൾ യൂണിറ്റ്, പാർട്ട്ലി ലെറ്റ് ഔട്ട്, പാർട്ട്ലി സെൽഫ് ഒക്കുപൈഡ് എന്നുള്ളത്. അതല്ലെങ്കിൽ ഡീംഡ് ലെറ്റ് ഔട്ട് ഏതാക്കണം, സെൽഫ് ഒക്കുപൈഡ് ഏതാക്കണം. അപ്പൊ അതല്ല സിമ്പിൾ ക്വസ്റ്റ്യൻ ഒരിക്കലും ഹൗസ് പ്രോപ്പർട്ടിയിൽ ചോദിക്കില്ല. ഒന്നാമത് ചെറിയ ചാപ്റ്ററാണ്, കുറച്ചേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അങ്ങ് അറ്റത്തെ ചോദ്യം ചോദിക്കുള്ളൂ. ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഏത് റേഞ്ച് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഹൗസ് പ്രോപ്പർട്ടി റിവൈസ് ചെയ്യുക. ബേസിക്സും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് സ്കോപ്പ് ഓഫ് ഇൻകം ആ ഏരിയ ചെയ്യുക. അതിൽ ഞാൻ ഈ പറഞ്ഞ ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇതിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. യു വിൽ ഗെറ്റ് കോൺഫിഡൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു പ്ലാൻ ഇട്ട് തന്നേ ഉള്ളൂ, ഇനി പഠിക്കുക. ഇനി നിങ്ങളുടെ ജോലിയാണ്. ഡൗട്ട് ഉണ്ടാടേ? സംശയമൊന്നുമില്ല. ഓക്കെ, സെറ്റാണ്. അപ്പൊ പിന്നെന്താ, അപ്പൊ പിന്നെ വേറെ ഒന്നും പറയാനില്ല. അടിപൊളി. അപ്പൊ സെറ്റ്. പോയിരുന്നു റിവൈസ് ചെയ്യൂ. അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യൂ. ഓക്കെ, വേറെ ഒന്നും പറയാനില്ല.
അപ്പൊ സുഖമല്ലേ? എല്ലാവരും പഠിത്തമൊക്കെ ഉഷാറല്ലേ? നല്ല മിൽട്ടന്റെ ഫ്ലാസ്ക് ഒക്കെ വാങ്ങിക്കുക, കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് വെക്കുക, മധുരം ചേർത്ത് കട്ടൻ കാപ്പി ഉണ്ടാക്കി വെക്കുക, പഞ്ചസാര ശർക്കരയൊക്കെ ചേർത്ത് മധുരമുള്ള കട്ടൻ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ട് കാട്ടക്കിരി നിങ്ങൾ പഠിക്കുക. ചിപ്സും കടലയൊന്നും വേണ്ട. 2 പേജ് തീരുമ്പം ഒരു കവർ കടലയും ചിപ്സും തീരും. കാപ്പി അവിടെ ഇരിക്കും. 5 പേജ് ആകുമ്പോൾ കാപ്പിയും തീരും, കട്ടൻ കാപ്പിയും തീരും, മറ്റേ കടലയും തീരും, മിച്ചറും തീരും. നമ്മൾ മാത്രം ഇങ്ങനെ വടിപോലിരിക്കും, ഉറക്കവും വരും. വേണ്ട. അതുകൊണ്ട് കാപ്പിയൊക്കെ ഇട്ട് കാട്ടക്കിരി നിങ്ങൾ പഠിക്കുക. ഓക്കെ, നല്ല സമയമുണ്ട്, നല്ല റിസൾട്ട് വരട്ടെ. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഈ 2 ചാപ്റ്റർ തീർത്തിട്ട് വരണേ. അടുത്ത സെഷനിൽ ഞാൻ സാലറി, PGVP അതിന്റെ പ്ലാൻ ആയിരിക്കും തരിക. അത് കഴിഞ്ഞ് ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, അങ്ങനെ നമുക്ക് ആ പറഞ്ഞ ഷെഡ്യൂൾ പ്രകാരം ഇട്ട് തരാം. അപ്പൊ ഓക്കെ, സെറ്റ്. ഇത്രയും നിർബന്ധമായിട്ട് ചെയ്തിട്ട് വരണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് എന്താണെന്ന് വെച്ച് ഇട്ടേച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഫൈൻ.